9 കൊല്ലമായി പ്രവാസിയായിട്ട് ഒഴിവായിട്ട് വന്നിട്ട് അന്നൊരു 6-7 ലക്ഷം രൂപയായിട്ട് ഞാൻ വന്നതാണ്. അന്ന് ഈ പശുവിന്റെ ഫാം തുടങ്ങി. ഇന്ന് വരെ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ഒരു നഷ്ടം എന്ന് പറഞ്ഞിട്ട് വേറെ കാശ് എടുത്തിട്ട് ചെലവായതല്ല, ഇതിൽ നിന്ന് തന്നെ ഉണ്ടായത് നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പുറത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറുപ്പ് ഒരാൾക്ക് കൊടുക്കാനോ കാര്യങ്ങളൊന്നുമില്ല. അതാണ്. അപ്പൊ ഒരു വിജയം തന്നെയാണ്. അതെ, അത് വിജയം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ വിജയമാണ്. പ്രവാസ ജീവിതത്തിന് ശേഷം പശു വളത്തിലേക്ക് തിരിയും, ആദ്യം നഷ്ടത്തിലാകുകയും പിന്നീട് ലാഭത്തിലേക്ക് എത്തിച്ച ഒരാളെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചിയാനൂർ ഡയറി ഫാമിലാട്ടോ. ഇവിടെ ഇപ്പൊ 22 പശുവും ഒരു കുട്ടിയുമാണുള്ളത്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോട്ടോ. ഇക്ക നമസ്കാരം. അപ്പൊ ഇക്കടെ പേരെന്ന് പറയാമോ? എന്റെ പേര് റഷീദ്. ഓക്കെ. അപ്പൊ ഈ ജില്ല ഏതാണ്? മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, 3 ജില്ലന്റെയും കൂടി ഒരു ബോർഡറാണ്. ഓക്കെ. ഇവിടെ പ്രോപ്പർ ആയിട്ട് സ്ഥലം എന്ന് പറയാം. പ്രോപ്പർ ചിയാനൂര് എന്ന് പറയും. ചങ്ങരവളത്തിനടുത്ത് ചിയാനൂര്. ഏകദേശം ഒരു കുറച്ചുള്ളൂ പാലക്കാട് ജില്ല. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല. പിന്നെ ബോർഡറാണ് ഇപ്പൊ ഇത്. ഞങ്ങൾ കൂടുതലും തൃശ്ശൂർ ജില്ലയിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ പോവാറുള്ളതെന്ന് മാത്രം. അപ്പൊ ഇക്കയ്ക്ക് ഇവിടെ എത്ര പശുക്കളുണ്ട്? ഇവിടെ 22 പശുവും ഒരു പശുക്കുട്ടിയാണുള്ളത്. 22 പശുക്കളും ഒരു പശുക്കുട്ടിയാണ്. എന്താ പശുക്കുട്ടിയെ നിർത്താത്തെ? പശുക്കുട്ടികളെ കൂടുതൽ നല്ല ഇനം പശുക്കളെ കുട്ടികളെ മാത്രമേ കണ്ടാൽ നിർത്തുള്ളൂ. മറ്റേ കൂടുതൽ പശുക്കുട്ടികളെ നിർത്താറില്ല. ഇക്ക പ്രവാസിയായിരുന്നല്ലേ? ഞാനൊരു 20 കൊല്ലം പ്രവാസിയായിരുന്നു അല്ലേ? ഇപ്പൊ എത്രാമത്തെ പ്രസവമുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളേ? ഞങ്ങൾ ഇവിടെ 2ാം പ്രസവം ഉണ്ട്, 3ാം പ്രസവം ഉണ്ട്, 4ാം പ്രസവം ഉണ്ട്. മാക്സിമം 4. അതിനപ്പുറം പിന്നെ അങ്ങോട്ട് നിർത്താറില്ല. കൂടുതൽ ഇപ്പൊ മോഴപ്പശുക്കളാണ് ഇവിടെ ഉള്ളത്. അതെ, മോഴപ്പശുക്കൾ നമ്മള് കൃഷ്ണഗിരിയിൽ നിന്നാണ് കൂടുതൽ പശുക്കളെ കൊണ്ടുവരാറ്. അതാണ് കൂടുതൽ ബെറ്റർ. അതായത് നമ്മള് നാട്ടിൽ നിന്ന് പഠിച്ചാലും കൂടുതൽ അങ്ങോട്ട് ശരിയാവണില്ല. പിന്നെ തമിഴ്നാടിന്റെ പല ഭാഗത്തുനിന്ന് പശുക്കളെ എടുത്തിട്ടുണ്ട്, ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണഗിരി. അപ്പൊ ഒരു 25 ലിറ്റർ ഒക്കെ പാല് കാണും അല്ലെ? 25, 22, 18, 20 ആ രീതിയിലൊക്കെ. എന്നാലാണ് ഫാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഏകദേശം ഒരു 12 ലിറ്റർ ആ രീതിയിൽ 120, 130 ആ റേഞ്ചിലാണ് പാല് പോകുന്നത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, 2 നേരം കൂടി 230, 220, 220 ആ രീതിയിലാണ് പാല് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇക്ക എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയിലേക്ക് വന്നത്? പ്രവാസിയായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൂടുതൽ ആളുകൾ ഈ മറ്റേ ക്ഷീരമേഖലയിൽ ഡോക്ടർമാര് മറ്റുള്ള ഒരുപാട് ആളുകൾ ജോലികൾ നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഫാമുകൾ ചെയ്യുന്നത് ലാഭം അത്ര ഉണ്ടാവണം, ഇത്ര ഉണ്ടാവണം, അതുണ്ടാവണം എന്നുള്ള ഓരോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥം. ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇതൊന്നല്ല യഥാർത്ഥം. ഇതിൽ നമ്മൾ ശരിക്ക് നല്ല വർക്ക് തന്നെ ചെയ്യണം, ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 6 ആള് കൂടി തുടങ്ങിയതാണ്. 6 ആള്. അതിൽ ഞങ്ങളൊരു 3 ലക്ഷം ഉറുപ്പോളം ഇട്ടിട്ട് ഏകദേശം ഒരു 18 ലക്ഷം ഉറുപ്പോളം ഇട്ട് അങ്ങനെ ഇന്നൊരു 15 ലക്ഷം ഉറുപ്പോളം അതിൽ നിന്ന് പോയി കിട്ടി. ഞങ്ങള് മേഖലയിൽ നിന്ന് പരാജയപ്പെട്ട്. അപ്പോ ഇന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുടർന്ന് ഏറ്റെടുക്കാനുണ്ടായത്. പിന്നീട് ഏറ്റെടുത്തതിന്റെ ശേഷമാണിത് പിന്നെ 1 കൊല്ലം ഞാനും ഒറ്റക്ക് തന്നെ നടത്തിയത്. പിന്നെ ഇതേപോലെ വേറൊരാളുടെ അതേപോലെ സർഫുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒപ്പം സോളാറിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പൊ അവനും കൂടി വന്നപ്പോഴാണ് അവന് പിന്നെ ഞങ്ങളിതൊരു 35 പശുക്കളാക്കി. അവനൊരു ഫാം ഉണ്ടായിരുന്നു. ആ പശുക്കളൊക്കെ കൊണ്ട് കൊണ്ടുവന്ന് ചിലവ് അങ്ങനെ മോശമുള്ള പശുക്കളൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് 35 അവിടുന്ന് പിന്നെ അങ്ങനെ ഒരു 5-6 കൊല്ലം അങ്ങനെ തുറന്നു കൊണ്ടുപോയി. പിന്നീട് അത് വലിയൊരു ലാഭകരമല്ല, എണ്ണത്തിലല്ല കാര്യം, പാലിലാണ് കാര്യം, പാലുൽപാദനത്തിനാണ് കാര്യം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. എണ്ണത്തിൽ കുറെ കൂടുതലുണ്ടായിട്ട് ഒരു കാര്യമില്ല, പിന്നെ പാലാണ് വേണ്ടത്. അപ്പൊ എണ്ണം കൂടുന്നതോളം നമുക്ക് ചെലവുകൾ കൂടാണ്. അതിനനുസരിച്ച് പാലില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ. അതായത് പശുവിനെ തിന്നാൻ കൊടുക്കാൻ കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, പുല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നഷ്ടം തന്നെ. അപ്പൊ ആദ്യകാലം സ്റ്റാർട്ട് ചെയ്തെന്ന് അപ്പൊ ഈ ഹൈബ്രിഡ് അതായത് HF പോലുള്ള 25 ലിറ്റർ പാൽ ഉൽപാദനമുള്ള പശുക്കളായിരുന്നോ? അല്ല, അത് ഉണ്ടായിരുന്നില്ല. അല്ല, അതില് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇനം പശുക്കളും ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 10 മാസമായിട്ട് ഇപ്പൊ ഞാൻ ഒറ്റക്ക തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊണ്ടുനടക്കുന്നത്. അന്ന് ലോസ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ലോസ് സംഭവിച്ചിട്ട് പിന്നീട് എന്തൊക്കെ മാറ്റം പറ്റിയിട്ടാണ് ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ പോണത്? ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ തീറ്റ കൺട്രോൾ ചെയ്ത്, അത് തീറ്റയുടെ രീതികളും കർമ്മങ്ങളൊക്കെ മാറ്റി.
ഓക്കെ അതുപോലെ തന്നെ പശുക്കളെ ഒരുപാട് ചേഞ്ച് ചെയ്ത് ഓക്കെ ഓക്കെ പശുക്കൾക്ക് കാര്യമായിട്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമിഴ്നാടിന്റെ വിവിധ പാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പശുക്കളെ എടുത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പശുക്കളൊക്കെ സെലക്ട് ചെയ്തോളും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഫുൾ ടൈം നമ്മൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം, പശുക്കളെ ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. അപ്പം ആദ്യം ജേഴ്സി ഒക്കെ ആയിരിക്കും ജേഴ്സി ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ ആ ജേഴ്സി പശുവിന് പക്ഷെ പാല് കൊഴുപ്പുണ്ടായിരുന്നു ആ സാധനം. പാല് കൊഴുപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ല. മറ്റേ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ചെലവ് കുറയണ്ടേ, അതാണ് മെയിൻ. പിന്നെ ഇതിൽ നിന്ന് എല്ലാവർക്കും ഇതേപോലെ ശമ്പള ഇനത്തില്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ അവനും കൂടി കഴിഞ്ഞ 1 ലക്ഷം ഉൾപ്പെടെ ഏകദേശം ശമ്പള ഇനത്തിലും വാടകയും പാടെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറഞ്ഞ് പണിക്കാർ ജോലിക്കാര് കുറവായി, ആളുകൾ കമ്മിയായി. അപ്പൊ അത് ആ ഒരു ഇതാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ ഇതിൽ നിന്ന് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരാളെ കുടുംബം കഴിഞ്ഞ് പോകാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് തീറ്റയുടെ കാര്യത്തിൽ? എങ്ങനെയാണ് തീറ്റയുടെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങളൊരു കൊല്ലത്തുനിന്ന് ഒരാളൊരു തീറ്റ വരുന്നുണ്ട്. ആ തീറ്റ പിന്നെ വലിയ അത് ഞങ്ങളൊരു മിക്സ് ചെയ്യും. അതെ, ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ബാക്കിയുള്ള 8 ഐറ്റം ഞങ്ങള് ഇടുന്നുണ്ട്. എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? അതില് സോയാ തവിടുണ്ട്, പിന്നെ സോയാ പൊട്ട്, പിന്നെ മൊളാസസ്, നാടൻ തവിട്, ഉപ്പ്, പിന്നെ മറ്റേ ഇത് എന്താ പറയാ വേറെന്താ ഉള്ളത്, പിന്നെ ഉഴുന്ന് തവിട്, ഇങ്ങനെ കപ്പട പൊടി, തേങ്ങാ പിണ്ണാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ടല്ല, മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു പിന്നെ വില നമ്മൾ കണക്കാക്കിയിട്ടുള്ള മിക്സിംഗ് ആണ്. ഒരു 25 രൂപയിൽ അധികം കടക്കാത്ത രീതിയിൽ 1 കിലോ തീറ്റക്ക് 25 രൂപ, ആ രൂപത്തിൽ കടക്കാത്ത രീതിയിലുള്ള ഒരു തീറ്റ നമ്മള് ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കും. ആദ്യകാലങ്ങളിൽ ഞങ്ങള് ബീർ വേസ്റ്റിലേക്ക് പല തീറ്റകളും കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് പലതും പരീക്ഷിച്ചിട്ടുണ്ട്. ബീർ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മറ്റുള്ള തീറ്റകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലെ സ്വന്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. ഇതിപ്പോ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ പശുക്കളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ ഇതിൽ നല്ലൊരു പശു എന്ന് പറയുന്നത്, അതായത് പാലുൽപാദനം കൂടുതലുള്ള ഈ പശു നല്ല പാലുള്ള പശുവാണ്. ഇപ്പോഴും ഒരു 6-7 മാസമായി പ്രസവിച്ചിട്ട് ഇതിനിപ്പോഴും കിട്ടുന്നുണ്ട് ഒരു 17-18 ലിറ്ററോളം പാല് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഈ പശു പ്രസവിച്ചാനെ പിടിച്ചിട്ടില്ല. ഇതിനിപ്പോ ഏകദേശം 1.5 കൊല്ലത്തിന് മീതായി. ഇപ്പോഴും കിട്ടുന്നുണ്ട് ഒരു 11 ലിറ്റർ പാല് 2 നേരം കൂടി. ഒരു നേരമല്ല, 2 നേരം കൂടി. അത് ഇത് ചെനപ്പശുവാണ്. ഇതിന് പാല് കുറവാണ്. ഇതിപ്പോ ഒരു 6 മാസം ചെനയാണ്. അടുത്ത മാസത്തോട് കൂടെ നിർത്തും. ഈ പശു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമായി. ഇനിയിപ്പോ അടുത്തതിന് കുത്തി വെക്കില്ല, ഒഴിവാക്കുക തന്നെ ചെയ്യും. അത് തമിഴ്നാട് പശു തന്നെ. പശു ഇതേപോലെ കൃഷ്ണഗിരി പശു. ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഇവിടെ ഉണ്ടായതാണ്. പിന്നെ ഒരു 2 നേരം കൂടി ഒരു 18-20 ഉള്ളിലുള്ള പാലുണ്ട്. അപ്പൊ ഇവിടെ എത്ര നാളായത്? അത് പ്രസവിച്ചിട്ട് ഇപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ. അതേപോലെ ഞങ്ങള് ബോർഡ് നമ്പർ ഒക്കെ എഴുതി വെക്കും. അതായത് പശു പ്രസവിച്ചതിന്റെ ഡേറ്റ്, കുത്തിവെച്ചതിന്റെ ഡേറ്റ്, അതുപോലെ തന്നെ മറ്റേ ഇനി എന്താണ് പ്രസവിക്കാനുള്ളത്, അതൊക്കെ ചെന പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് എഴുതി വെക്കും. ഇതിപ്പോ മറന്നു പോകില്ല, ഈ ഒരു കൃത്യമായ ഡേറ്റ് എഴുതി ആ ഒരു പശുവിനെ ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് കിട്ടും അല്ലെ? ഓക്കെ. ഇവിടെ ഇത് ചെനപ്പശുവാണ്. ഇത് കൃഷ്ണഗിരിയാ. അപ്പൊ ഇതിന് എത്ര ലിറ്റർ പാലുണ്ട്? അത് ഈ പശു ഇത് നാട്ടിലെ പശുവാണ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു പശുവാണ് അല്ലെ? ഇപ്പോൾ ഒരു 16 ലിറ്റർ പാലുണ്ട്. പാലിന് കൊഴുപ്പുണ്ടോ അതിന്? കണ്ടിട്ട് ക്രോസ് നല്ല ഒരു പശുവാണ്. അപ്പൊ ഇവിടെ ഇതൊരു ജേഴ്സിയാണ്. ഇതിപ്പോ പ്രസവിച്ചതാ. ഇതും കുഴപ്പമില്ലാത്ത കാരണം നിർത്തിക്കുക. അത് പ്രസവമൊക്കെ 4 കുഴപ്പമില്ലാത്ത പാലില്ലാത്ത രീതിയിൽ കാരണം നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മോഴ പശുക്കളെ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. മോഴ പശുക്കൾക്കാണ് ഈ പാല് കൂടുതൽ ഈട് നിൽക്കുന്നത്. മറ്റുള്ള പശുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്ട് പാല് കുറഞ്ഞു പോവാണ്. 2 മാസം 3 മാസം കഴിഞ്ഞാൽ പാല് നേരെ അടിയിലേക്ക് വരികയാണ്. ഈ ഏരിയയിലോ ഇവിടെ ഈ സൈഡില് ഈ സൈഡിൽ ഇത് കൃഷ്ണഗിരി തന്നെ. ഇത് കൃഷ്ണഗിരിയാണ്. ഇത് നാട്ടിലെ പശുവാണ്. അത് കൃഷ്ണ. പിന്നെ ഇവിടെ ഞങ്ങളുടെ കൃഷ്ണഗിരി തന്നെ. പാല് ഞങ്ങളിവിടെ പന്താവൂര് സൊസൈറ്റി ഉണ്ട്. ഒരു നേരത്തെ പാല് ഞങ്ങള് രാവിലത്തെ പാല് ഏതാനും ലോക്കലി ഒരു 80 ലിറ്ററോളം പാല്.
ഇവിടെ ഇപ്പൊ എത്ര റേറ്റ് ഉണ്ട്? 60 കിട്ടോ കൊടുക്കുന്ന? ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് 1 ലിറ്റർ പാല് 65 രൂപ, 65. 1/2 ലിറ്റർ പാല് 35 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു നാഴി കണക്കുണ്ട്, നാഴി പാലിന് 25 രൂപ. അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ. പല ബിസിനസ്സുകൾ കാണും, പ്രവാസിയായിരിക്കും വരുമ്പോൾ ചിലപ്പോൾ കട തുടങ്ങാം. പക്ഷെ ഈ പശു വളർത്തലിലേക്ക് എന്താണ് വന്നത്? എനിക്ക് പിന്നെ ഗൾഫിൽ തന്നെ അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു. അതെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടില് ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഓക്കെ ഓക്കെ. നമ്മുടെ ഒരു നാടിനോടുള്ള ഒരു സ്നേഹം, നാട്ടില് ജീവിക്കണം, വീടുമായിട്ട് ഇങ്ങനെ നിക്കണം എന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ഇതാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് തെരഞ്ഞെടുക്കാൻ കാരണം. നേരത്തെ വീട്ടിലുണ്ടായിരുന്നു. നമ്മളെ വ്യാപാരമായിട്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള നമുക്ക് കൊണ്ടുവന്നുള്ള പരിചയങ്ങളോ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, വലിയ രീതിയിലൊന്നുമില്ല. അതൊക്കെ ഇതിൽ വന്നിട്ട് തന്നെയാണ് പഠിച്ചത്. അതെ, പിന്നെ പണ്ടത്തെ രീതിയിലല്ലോ ഇപ്പൊ. അതെ, അന്നൊക്കെ കുറഞ്ഞ പാല് കിട്ടുന്ന പശുക്കളും നാട്ടിലുള്ള ചെറിയ ചെറിയ പശുക്കളല്ലേ. ഇന്നതല്ലല്ലോ, ഒന്ന് കൂടുതൽ പാലുള്ള പശുക്കളെ നിർത്തിയാലേ ലാഭകരമാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ പശുക്കളൊക്കെ മാറ്റി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ട് ചെറിയ കാര്യങ്ങളാണ്. ഈ ഫീൽഡിൽ നിൽക്കുമ്പോ അത്യാവശ്യം നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യമാണ് ശരിക്കും അറിഞ്ഞിരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിപ്പോ ഒരു പശുവിന് പനി വന്നു കഴിഞ്ഞാല് ഒരു പനിയുടെ പിന്നെ മെഡിസിൻ ഞങ്ങൾ എല്ലാം ഇവിടെ കരുതും. ഒരുവിധമുള്ള മെഡിസിനൊക്കെ ഞങ്ങൾ പനിയായാലും ഇംഗ്ലീഷിനായാലും ഏതായാലും പിന്നെ അകിടുവീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ അതേപോലെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, കറ്റാർ വാഴ, ഇതും കൂടി അങ്ങ് അരച്ചിട്ട് അങ്ങോട്ട് അകിടിൽ അങ്ങ് തേച്ച് കൊടുക്കും. അപ്പൊ അത് ഒരു നേരം 2 നേരമൊക്കെ തേച്ച് കൊടുക്കും. അപ്പൊ നീരങ്ങ് വലിഞ്ഞു പോരും. നീര് വരുന്ന പശുക്കൾക്ക്. പിന്നെ ഉള്ളിലേക്ക് പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ മെഡിസിൻ ചെയ്യാൻ വേണം. പുറത്തുനിന്ന് നമ്മൾ നീരിപ്പോ ഒരു പശു നീര് വേറെ പുറത്തുനിന്ന് അറിയാലോ. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ ഡോക്ടറെ വിളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നെങ്കിൽ നമ്മള് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ട്, അപ്പൊ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരോട് ചോദിച്ചറിയും, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഇപ്പൊ എത്ര മണിക്ക് ഫാം സ്റ്റാർട്ട് ചെയ്യണേ? ഫാം കാലത്ത് 3 മണിക്ക് ഇപ്പൊ വരെ എഴുന്നേൽക്കും ജോലിക്കാർ. ഞാൻ 3:50 ആകുമ്പോഴത്തേക്കും ഞാനിവിടെ എത്തും. ഞാൻ പാല് അപ്പത്തിന് പാല് വന്നു തുടങ്ങും, പാല് പാക്കിങ് തുടങ്ങും. പാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വന്നു, കവറിലാണ് ആള് പാല് കൊണ്ടുപോകും. അടുത്തപ്പോ നമ്മുടെ മേൽ പറഞ്ഞ നേരത്തെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ നമ്മളൊരു പാർട്ട്ണർ ഉണ്ട്. അവനൊരു 30-35 ലിറ്ററോളം പാല് അവൻ വന്നിട്ട് ഇതേപോലെ പാക്ക് ചെയ്തിട്ട് അവന്റെ രീതിയിൽ അവനും കൊണ്ടുപോകും. ബാക്കി പാല് ഞാൻ സെയിലിന് പോകും. പിന്നെ ബാക്കി വന്ന ഇവിടെ പന്താവൂര് ക്ഷീരസംഘം ഉണ്ട്, അവിടെ ഞങ്ങള് പാല് സൊസൈറ്റി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പാല് അവിടെ കൊണ്ടുപോയാണ്. ഉച്ചയ്ക്ക് മൊത്തം പാല് സൊസൈറ്റി. കറവ് ടൈം ഇതപ്പോ ഈ സമയത്ത് 3 മണിക്ക് തുടങ്ങും കറവ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിയാകുമ്പോ കറവ് തുടങ്ങും. ആദ്യം ഇവിടെ തീറ്റ വെച്ചിട്ട് ശേഷമാണ്. അതെ, തീറ്റ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ഇനി ഇവരെ പിന്നെ ക്ലീൻ ചെയ്യാ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കായയുടെ തോല് എടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. അവിടെ അതെ, ഇവിടെ കായയുടെ തോല് കുറെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് നമുക്ക് ചോദിച്ചു നോക്കാം. പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടോ? പുല്ല് കൊടുക്കുന്നുണ്ട്. പുല്ല് ഞങ്ങൾ എടുക്കുന്നുണ്ട്. പുല്ല് കൃഷി ഉണ്ടെങ്കിലല്ലേ ഇത് വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മള് എല്ലാ മുതലും കാശ് കൊടുത്ത് വാങ്ങിയാൽ ഇത് ലാഭകരമാക്കാൻ പറ്റില്ല. ആൾക്കാർ പറയും പൈനാപ്പിൾ മേടിക്കാം, സൈലേജ് മേടിക്കാം, അതൊക്കെ മേടിക്കാം, എല്ലാ സാധനവും നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ അത് ലാഭകരമാവണമെങ്കിൽ നമ്മളെ കയ്യില് നമുക്ക് എത്രത്തോളം ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടണോ അത് ലാഭകരമാക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ശരിക്കും ഇത് കൊടുക്കണം? ഈ വാഴക്കയുടെ തൊണ്ട് കൂടുതലായിട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഒരു സോനാസ് എക്സ്പോർട്ട് കമ്പനി ഉണ്ട്, ഇവിടെ ഗൾഫിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. അവര് അവിടെ ചിപ്സിന്റെ തോല് ഇതേപോലെ ഉണ്ടാവും, അത് ഞങ്ങൾ മൊത്തം വാരിപ്പോരും. ഇതൊരു അങ്ങനെ ഒരു 6 കിലോ 7 കിലോ 2 നേരം 3 നേരമായിട്ടേ കൊടുക്കുള്ളൂ, ഒറ്റ നേരമായിട്ട് കൊടുക്കില്ല. ഇത് കൊടുത്തിട്ട് എന്താ കൊടുത്തു കഴിഞ്ഞാൽ പാല് കൂടും. പുല്ലിനേക്കാൾ പാലുണ്ടാവും. ഓവറായിട്ട് കൊടുക്കാൻ ഞാൻ മതി, ഒരു ലിമിറ്റ് അനുസരിച്ച് കൊടുത്താൽ മതി. എത്ര ലിറ്റർ പാല് കൂടും? ഇത് മാക്സിമം ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 മുതൽ 25 ലിറ്റർ ഒരു ദിവസം കൂടും. നേരെ മറിച്ച് കട്ട് ചെയ്യുമ്പോൾ അതേപോലെ കുറയും ചെയ്യും. അതെ, നമ്മളിവിടെ മിക്സ് തീറ്റ കൊടുക്കണേന്ന് പറഞ്ഞല്ലേ? അതെ. എങ്ങനെയാണ് മിക്സ് തീറ്റ? ഞങ്ങള് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എറണാകുളത്തു നിന്നും ഒരു തീറ്റയും വരുന്നുണ്ട്. എറണാകുളം അല്ല, കൊല്ലം ഭാഗത്ത്. ആ തീറ്റയുടെ ചാക്ക അവിടെ കിടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബാഗ്.
ഇതല്ലേ ഈ ഇപ്പൊ എത്ര 50 kg അല്ലേ? അതെ അതെ അതെ. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 1850 രൂപയോളം വില വരുന്നുണ്ട് ഒരു ബാഗിന്. ഇതൊരു 12 ചാക്കിടും. ഇതിന്റെ കൂടെ ഞാൻ മേൽ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ചോളത്തിന്റെ എല്ലാം കൂടി ഇതിലേക്ക് ഇടും. 8 ഐറ്റംസ് ഇതിലേക്ക് ഇടും. എന്നിട്ട് ഒക്കെ കൂടിയിട്ട് ഇവിടെ ഇളക്കും. ഇളക്കിയിട്ട് ഇതേപോലെ തൂക്കിയിട്ട് ഒരു പശുവിന് പിന്നെ ഇത്ര കിലോ 2.5 കിലോ വെച്ചിട്ട് തൂക്കിയിട്ട് ഇവിടെ വെക്കും. പാലുൽപാദനം അനുസരിച്ചാണോ കൊടുക്കണേ? അതെ അല്ല, ഇത് പാലുൽപാദനമല്ല, ബോഡി മൊത്തത്തില് ഹെൽത്തിന് വേണ്ടിട്ട്. ഇത് ഒരേ ലെവൽ തന്നെ. 2.5 കിലോ എല്ലാ പശുവിനും ഒരു നേരം വെച്ചിട്ട് 2 നേരം 5 കിലോ ആ കണക്കാക്കിയിട്ട് അത് കൊടുക്കും. അതിന് ശേഷം ഈ പെല്ലറ്റ് പാലിനനുസരിച്ചിട്ട് കൊടുക്കും. ആ 2 നേരം അത് ഞങ്ങള് സുപ്രീം മരുന്ന് വരെ കൊടുത്തിരുന്നത്. ഇപ്പൊ സുപ്രീമിൽ നിന്ന് ഞങ്ങള് ഈ ഗോദറേജിന്റെ തീറ്റ എനിക്ക് മാറണം എന്നുള്ള നിലയ്ക്ക് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മാസത്തിന് ശേഷം ചേഞ്ച് ആക്കാൻ വേണ്ടി പതുക്കെ. മനസ്സിലായി. അതായത് ഒറ്റയടിക്ക് ചേഞ്ച് ആക്കുന്നതിന് പകരം പതുക്കെ 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 ചേഞ്ച് ആക്കാൻ വേണ്ടി. അതൊരു 25 പാക്കറ്റ് ഉണ്ട്, ഇതൊരു 20 ചാക്ക്. കുഴപ്പമില്ല, ഇതുവരെ പാല് കുറഞ്ഞിട്ടില്ല. ഇത് ചെറിയ പെല്ലറ്റാണ്. അപ്പൊ ഇത് ഇനി അതിലോട്ട് മാറാൻ വേണ്ടിട്ടാണ് അത് ഇപ്പൊ ഈ മാസം ഇറക്കിയതാ. ഇവിടെ തീറ്റ കൊടുക്കണ മറ്റേ ഡ്രൈ ആയിട്ടല്ലോ, ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടല്ലോ? വെള്ളം കൂട്ടിയിട്ടാ കൊടുക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ഞാൻ പറയണത്, ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോ നമുക്ക് ഇവിടെ നമ്മള് മിക്ക ക്ലാസ്സിന് പോകുമ്പോഴും നമ്മളെ ഡോക്ടർമാര് നമ്മളോട് പറയും ഡ്രൈ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവർക്ക് നമ്മളവരെ കുറ്റം പറയില്ലട്ടാ. പക്ഷെ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ നമ്മളോട് അവർക്ക് തമിഴത്ത് ബ്രോക്കർമാരെ നമ്മളോട് പറയാം, പശുവിനെ നോക്കുന്ന ആളുകളെ നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മിക്ക പശുക്കളും കേടുവരാൻ കാരണം അവർ ഒരു വലിയ പാത്രത്തിൽ 2-3 കുടം വെള്ളം അതിൽ അനുസരിച്ച് തീറ്റ അതിലിടുകയാണ്. എന്നിട്ട് അവർ ആ വെള്ളത്തോടൊക്കെ ആ പശുക്കളാണ് ഇപ്പോൾ ഈ കേരളത്തിലേക്ക് കയറി വരുന്നത്, ഇത്രയും വലിയ പശുക്കൾ. ഇവിടെ വരുമ്പോൾ ആ പശുക്കൾക്ക് നേരെ ഡ്രൈ ആവുകയാണ്. അപ്പൊ ഇത് അസിഡിറ്റി പ്രശ്നം വരികയാണ്. നമ്മളവിടെ തിന്ന് ശീലമുള്ള പശുക്കളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒന്നാകെ ഇവർക്ക് വയറ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അസിഡിറ്റി, അപ്പോൾ പശു വീഴുക. അതുപോലെ തന്നെ പശുവിന് പല അസുഖങ്ങൾ ഇത് ഇങ്ങോട്ട് ഉടലെടുക്കുക. ഞങ്ങളിവിടെ വെള്ളത്തിൽ തീറ്റ കൊടുക്കുന്ന കാരണം ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടാ ധാരാളം അകിട് വീക്കങ്ങളും അസുഖങ്ങളും പാലുൽപാദനം കൂടുതലാണ്. ഇവിടുന്ന് പശുക്കളെ പുറത്തേക്ക് ഒരാൾക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആൾ എപ്പോഴും പറയും നിങ്ങളെ ഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുപോയി പാല് ഞങ്ങൾക്ക് കൂടുതലാണ് കിട്ടിയെന്ന്. അപ്പൊ അവര് വെള്ളം കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഈ ഓട്ടോമാറ്റിക് ഉണ്ട് സംഭവം, പക്ഷെ ഓട്ടോമാറ്റിക്കിൽ നിന്ന് പശു യഥാർത്ഥത്തിൽ അത്ര വെള്ളം കുടിക്കണില്ല. അതാണ്. അപ്പൊ തീറ്റയിൽ നിന്ന് ധാരാളം വെള്ളം നമ്മൾ കലർത്തി വെച്ച് കുടിക്കുമ്പോൾ പാലുൽപാദനം കൂടുതലും ഉണ്ട്, അതുപോലെ തന്നെ പശുക്കൾക്ക് അസുഖങ്ങളും കുറവുണ്ട്. അപ്പൊ ഈ കാണാൻ തൊഴുത്ത് ഉണ്ടാക്കിയിട്ട് എത്ര നാളായി? ഇതിപ്പോ ഒരു 12 വർഷത്തോളായി. 12 വർഷം ഞങ്ങളിതൊന്ന് പൊക്കി തൊഴുത്തൊന്ന് ഹൈറ്റ് കൂട്ടി, എയർ ഹോൾ കാറ്റിന്റെ ഇത് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ശേഷം ഒന്ന് തൊഴുത്തൊന്ന് മാറ്റി. ആ നിൽക്കുന്ന 2 പശുക്കളതാ, ആ 2 പശുക്കള അറവിന് കൊടുന്ന പശുക്കളാ. കുറച്ച് പ്രായമുണ്ട്. 2 അറവിന് വേണ്ടി വന്നതാ. അതിൽ നിന്ന് ചെന ചെക്ക് ചെയ്തപ്പോ ഞാനിത് മേടിച്ചതാ. ആ ഇതിപ്പോ എത്രാമത്തെ ചെനയാ? ഇത് ഒരു 4ാമത്തെ പ്രസവം എന്തായാലും ആയിണ്ടാവും. അതെല്ലേ? അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അതെ അതെ അതെ. അത് അറവിന് വന്ന പശുവാണ്. നമുക്ക് ചെറിയ വിലക്ക് കിട്ടിയപ്പോണ്ട് എടുത്താ. ഒരു പ്രസവം പ്രസവിപ്പിച്ചിട്ട് നമുക്ക് ഇതിനിപ്പോ ഞങ്ങൾക്ക് രണ്ടും കൂടി 55,000 രൂപയ്ക്ക് മേടിച്ചതാ. അതിന് 23,000 ഇതിന്. പക്ഷെ ആ പശുവിന് അതിന്റെ അകിട് നോക്കി ഞങ്ങൾ ഇപ്പൊ അത്യാവശ്യം പാലുണ്ട്. 23,000 രൂപയ്ക്ക് മേടിച്ച പശുവിന് ഇപ്പൊ അതിനൊന്ന് നമുക്കൊരു 60,000 രൂപയ്ക്ക് ഒരാൾക്ക് വിൽക്കാം. ഈ പശു ഇപ്പൊ ഞാൻ അകിട് ഇറക്കി വരുന്നു. ഇതും അറവിന് വന്ന പശുവാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് ഇതേപോലെ അറക്കാൻ വേണ്ടി വന്നതാ. അതിൽ ഇവിടെ ഒരു ഷെഡ് ഉണ്ടാവും. അപ്പൊ അവര് ചെക്ക് ചെയ്തപ്പോ അതിന് ചെനുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്ത് അതിന് ഇതേപോലെ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അതിന് 2 മേടിച്ചതാ. ഫസ്റ്റ് ഈ തൊഴുത്തില്ലേ ആദ്യം അവിടെയാണ് 2 സെക്ഷൻ ആയിട്ടാണ് പണിത്. ഇത് എങ്ങനെയാണ്? ഇല്ല, ഇത് കുട്ടികളെ കെട്ടണ തൊഴുത്തായിരുന്നു. അതിന് ഞങ്ങൾ ഇങ്ങനെ വലുതാക്കി എടുത്താണ്. ആദ്യം അവിടെ പണിതിട്ട് ഇവിടെ കുട്ടികളെ മാത്രം നിർത്താനുള്ള തൊഴുത്തായിരുന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഇത് ചെയ്തിട്ട് 3 സ്റ്റെപ്പാക്കി മാറ്റി. ഒറ്റയടിക്ക് പണിയാതല്ലേ? അതെ അതെ അതെ, 3 സ്റ്റെപ്പാക്കി മാറ്റി. ഇവിടെ അതാ ഈ കുട്ടിക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ടെന്നേ? ഇതിനിപ്പോ ഒരു 6 മാസം. 6 മാസമായുള്ളൂ അല്ലേ? ഇതിപ്പോ ചാണകം ഉണക്കാൻ ഇട്ടേക്കണ അല്ലേ? അതെ അതെ, ഇത് ചാണകം ഉണക്കാൻ ഇടുക. ഇതിപ്പോ മഴക്കാലത്ത് നമുക്ക് ചാണകം ഇടാൻ വേണ്ടിട്ട് നമ്മള് 2-3 പ്രാവശ്യം കൊത്തി ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് വലിച്ചിൽ വരും. അപ്പൊ ചെറിയ രീതിയിൽ പിന്നെ നമുക്കിത് ആളുകൾക്ക് കൊടുക്കാനും പറ്റും. നമ്മളെ ആവശ്യത്തിന് ഇനി വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിട്ട് ഇവിടെ ഇട്ടതാണ്. ചാണകക്കുഴി 2 അവിടെ ഉണ്ട്. ഒന്നാ കഥ ഒന്ന് അപ്പുറത്തുണ്ട്. 2 ചാണകക്കുഴി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണത്.
ഇത് കാണുന്നത് കായയുടെ തോലാണ്. ഇതല്ലേ ഈ തണ്ട് കായയുടെ തണ്ട്. ഇതെന്തിനാ പശുക്കൾക്കും? അതെ അത് പശുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കായയുടെ തോല് അഥവാ ഇപ്പൊ അവര് ചില ദിവസം ലീവ് വന്നു കഴിഞ്ഞാൽ ഷോർട്ടേജ് വന്നാൽ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. അല്ല കൂടുതലാവുമ്പോ അങ്ങ് കളയും ചെയ്യും. ഇതാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പശുക്കൾക്ക് നല്ല രീതിയിൽ പാല് കിട്ടും. നിങ്ങളിപ്പോ പുറത്തേക്ക് വിടുന്നില്ലായിരിക്കും അല്ലേ? ഇല്ല വിടാറില്ല, പുറത്തേക്ക് വിടാറില്ല. പുറത്തേക്ക് ഇതൊക്കെ വിട്ട് കയറ്റില് എളുപ്പമല്ല. അത് ഈ 22 പുറത്ത് കെട്ടി. അതെ, അപ്പൊ പണിക്കാർക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. നമ്മള് കൂടുതൽ അവരോടത്ത് നമ്മള് എത്രത്തോളം നമ്മളും കൂടി ഇതിൽ ആഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവര് ജോലിക്കാർ അവരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കണം. അതെ പണിക്കാരനായിട്ട് നമ്മൾ ഇതേപോലെ ഇവരുടെ കൂടെ ജോലി ചെയ്തിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഇവര് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഭാഗം തേടി പോകും. അപ്പൊ അവർക്ക് തോന്നുന്ന നമ്മുടെ നമ്മളൊരു ജോലിക്കാരെ വെക്കുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ ചെറിയ ശമ്പളത്തിന് ആൾക്കാരെ തപ്പി നടക്കും. ഈ ചെറിയ ശമ്പളത്തിന് വരുന്ന ആളുകൾ എന്താ വെച്ചിട്ടാ കുഴപ്പം, അവർക്ക് ഈ ഫാമിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇന്റെ അവിടെ വന്നിട്ട് ഒരു ഫാമിലി വന്ന് താമസിക്കും. അവരൊരു 4 ദിവസം ഇവരെ കൂടെ നിന്നിട്ട് പരിചയപ്പെടും പണിയെടുത്തിട്ട്. അപ്പോൾ ആ ഒരു വേക്കൻസിൽ അവരിവിടെ നിന്നിട്ട് ഒരു എത്ര പശുവിനെ നോക്കും, ഞാനൊരു 10 എണ്ണത്തിനൊക്കെ നോക്കും, 15 എണ്ണത്തിന് നോക്കും. എത്ര രൂപ ശമ്പളം വേണ്ടു, അവർ 18 രൂപ മതി. അപ്പോൾ വേഗം വിളിച്ചോണ്ടു ഇവര് വന്നിട്ട് ഇവരവിടെ ചെന്നിട്ട് ആ ഫാമിലാണ്ട് കൊളാക്കും. ആ ഫാമിനെ മൊത്തത്തിലാണ്ട് കൊളാക്കും. ആ ഫാമിലെ മുഴുവൻ പശുക്കളാണ്ട് കേടുവരും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളാക്കി മാറ്റും ആ ഫാം. നമ്മൾ ജോലിക്കാരെ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവർ എത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ട്, ഇവർക്ക് എത്ര പരിചയമുണ്ട്. ശമ്പളം മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പശുക്കളെ എണ്ണം കുറവുണ്ടെങ്കിൽ കൂട്ടുക, ശമ്പളം കൊടുക്കാൻ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാലുൽപാദനം കൂട്ടുക, മാത്രമേ അതിന് മാർഗമുള്ളൂ. അപ്പോൾ 230 ലിറ്റർ ആവറേജ് പാലുൽപാദനം ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയത്? കസ്റ്റമേഴ്സ് ഇപ്പോൾ രാവിലത്തെ ഒരു നേരത്തെ പാലാണ് ഞങ്ങൾ കൊടുക്കുന്നുള്ളത് പറഞ്ഞല്ലോ. അതിലത്തെ പാല് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു കാർഡ് അടിച്ച് നോട്ടീസ് പോലെ വീടാന്തരം ആദ്യം ഞങ്ങളൊന്ന് സെയിൽ ചെയ്ത് തുടക്കത്തിൽ കുറച്ച് വീടേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് അവരെ കെയറോഫിൽ ഓരോരുത്തരുടെ കെയറോഫിൽ വന്നിട്ട് അങ്ങനെ ഇത്രയും പാലുകൾ നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം നമ്മൾ പാല് പുറത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കാനും കൂടി ആള് വേണം. അല്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റുക എന്താ വെച്ചിട്ടാ ഫാമിനെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റില്ല. പാലുൽപാദനത്തിന്റെ പിന്നാലെ തന്നെ പോയി കഴിഞ്ഞാൽ ഫാം ഇവിടെ വന്ന പശുക്കൾ ഉണ്ടാവില്ല, ഉൽപാദനം മാത്രമേ ഉണ്ടാവുള്ളൂ. പശു വളർത്തൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ആദ്യം തന്നെ ലോസ് ആണെന്ന് ഇക്ക തന്നെ പറഞ്ഞു. പിന്നീട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പശു ഫാമിലേക്ക് തിരിഞ്ഞത്? അത് നമുക്ക് ഈ മൃഗത്തിനോടുള്ള ഒരു വാത്സല്യം, പിന്നെ എനിക്കത് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു മനസ്സിന് ഒരു വാശി. നമ്മള് ഇട്ടെറിഞ്ഞ് പോകാൻ പാടില്ല എന്നല്ല, എന്ത് വന്നാലും ഇത് ഇട്ടെറിഞ്ഞു. ഇവിടെ നിരവധി പശുക്കളെ ചത്തിട്ടുണ്ട്, നിരവധി പശുക്കളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ഹൈ ലെവലിൽ വന്നിട്ട് പിന്നെ നല്ല ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ നിന്ന് വിട്ടുമാറാതെ ഇന്നല്ലെങ്കിൽ നാളെ വിജയിച്ചെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ എപ്പോഴാണ് ഇത് സംഭവിക്കാന്നുള്ളതൊന്നും പറയാനും പറ്റില്ല. അതെ അതെ ആ കോൺഫിഡൻസ് ആണ് ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ. ഇത്രയും ഇപ്പൊ ഏകദേശം ഇപ്പൊ 9 കൊല്ലായി. 9 കൊല്ലായിട്ട് ഇപ്പൊ ഈ നേരം എന്നിരുന്നാലും നമ്മളെ കയ്യിൽ നിന്ന് ഈ ഇറക്കിയ മുതലല്ലാതെ വേറെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടാ. അതും കൂടി പറയണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാലം ജീവിച്ച് 9 കൊല്ലമായി പ്രവാസിയായിട്ട് ഒഴിവായിട്ട് വന്നിട്ട് അന്നൊരു 6-7 ലക്ഷം രൂപയായിട്ട് ഞാൻ വന്നതാണ്. അന്ന് ഈ പശുവിന്റെ ഫാം തുടങ്ങി. ഇന്ന് വരെ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ഒരു നഷ്ടം എന്ന് പറഞ്ഞിട്ട് വേറെ കാശ് എടുത്തിട്ട് ചെലവായതല്ല, ഇതിൽ നിന്ന് തന്നെ ഉണ്ടായത് നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ പുറത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് ഒരാൾക്ക് കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ്. അപ്പൊ ഒരു വിജയം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോ വിജയമാണ് ഇത്. ഇപ്പൊ ഞാന് ഇപ്പൊ പ്രവാസിയായിരുന്നു. നമുക്ക് ഗൾഫിൽ നിന്ന് ഞാൻ 8 ഗുളിക കഴിച്ചിരുന്ന ആളാ. 8 ഗുളിക. തണ്ടൽ വേദന, വയറിന്റെ പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം, അങ്ങനെ പല രീതിയിൽ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ അടുത്താണ് ഞാൻ ഷുഗറിന്റെ ഗുളിക ഒരെണ്ണം കഴിക്കാൻ തുടങ്ങിയത്. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോ എന്താ വെച്ചിട്ട് ഇതിനാണ് ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ താനങ്ങ് മറക്കും. നമ്മൾ ഒന്ന് ആലോചിക്കാൻ നമുക്ക് തോന്നിയത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിലെ ചിയാനൂർ ഡയറി ഫാമിലെ വിശേഷങ്ങളാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.